റോബിൻ ബസിൻ്റെ നടത്തിപ്പുകാരൻ ഗിരീഷ് പുതിയ AC ബസ്സൊക്കെയായി കോയമ്പത്തൂരിലേക്ക് വീണ്ടും സർവീസ് ആരംഭിച്ചെങ്കിലും യാത്രക്കാരെ ലഭിക്കുന്നില്ലെന്ന് പരാതി പറയുകയാണിപ്പോൾ. നേരത്തെ MBD ഉദ്യോഗസ്ഥരുടെ പിടിവാശി മൂലം 70 ദിവസത്തോളമാണ് ബസ് കട്ടപ്പുറത്തിരുന്നത്. പുതിയ ബസ്സിന് 2 ദിവസം മുമ്പാണ് പെർമിറ്റ് ലഭിച്ചത്. അപ്പോഴേക്കും KSRTC അടക്കം ബുക്കിംഗ് എടുത്തെന്നും ഇനി യാത്രക്കാരെ കിട്ടാൻ വലിയ പ്രയാസമാണെന്നും റോബിൻ ഗിരീഷ് മാധ്യമങ്ങളോട് പറയുന്നു. ഇന്നാണ് സർവീസ് ആരംഭിച്ചത്. ഇതുവരെ MBD ഉദ്യോഗസ്ഥരുടെ ശല്യമൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ 70 ദിവസം കഴിഞ്ഞ് മാത്രമാണ് ബസ് സർവീസിനായി ഇറക്കാൻ സാധിച്ചത്. അനാവശ്യമായ നൂലാമാലകൾ കാരണം പെർമിറ്റ് ലഭിക്കാനും വൈകി. ഇതുമൂലമാണ് സർവീസ് ആരംഭിക്കാൻ ഇത്രയും നീണ്ടുപോയത്. ഇല്ലെങ്കിൽ 20 ദിവസം മുമ്പെങ്കിലും സർവീസ് ആരംഭിക്കാമായിരുന്നു. അതീവ സുരക്ഷാ നമ്പർ പ്ലേറ്റിൻ്റെ പേരിലാണ് അവസാനം MBD പെർമിറ്റ് നൽകാൻ വിസമ്മതിച്ചത്. മുന്നിലും പിന്നിലുമുള്ള നമ്പർ പ്ലേറ്റ് മാത്രമേ കമ്പനി നൽകുകയുള്ളൂ. എന്നാൽ വശങ്ങളിൽ കൂടി അതീവ സുരക്ഷാ നമ്പർ പ്ലേറ്റ് വെക്കാനായിരുന്നു MBDയുടെ നിർദ്ദേശം വന്നത്. വീണ്ടും കമ്പനിയെ സമീപിച്ചപ്പോൾ ഒരു വാഹനത്തിന് 2-ൽ കൂടുതൽ അതീവ സുരക്ഷാ നമ്പർ പ്ലേറ്റ് നൽകാനാവില്ല എന്നാണ് അവർ പറഞ്ഞതെന്നും ഗിരീഷ് അറിയിച്ചു. പിന്നീട് ആ പ്രശ്നവും പരിഹരിച്ചപ്പോൾ ബസ്സിനകത്ത് മൈക്ക് അനൗൺസ്മെൻറ്റ് സംവിധാനം ഇല്ലെന്നായി പിന്നത്തെ കണ്ടുപിടുത്തം. അവരുടെ ആഗ്രഹമല്ലേ നടക്കട്ടെ, യാത്രക്കാർ വളരെ കുറവാണ്, ഇനി ബുക്കിംഗ് കിട്ടുമോ എന്ന് അറിയില്ല. എന്തായാലും ഈ സർവീസുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനമെന്നും ഗിരീഷ് പറയുന്നുണ്ട്. ഇപ്പോൾ വെളുപ്പിന് 3:30 പുനലൂരിൽ നിന്നും യാത്ര തിരിക്കുന്ന ബസ് പത്തനംതിട്ട, എറണാകുളം, തൃശ്ശൂർ, പാലക്കാട് ജില്ലകൾ വഴി രാവിലെ 10:30 കോയമ്പത്തൂരിൽ എത്തിച്ചേരും. തിരികെ അവിടെ നിന്നും വൈകിട്ട് 5 മണിക്ക് യാത്ര തിരിക്കുന്ന ബസ് വൈറ്റില വഴി രാത്രി 12:45 പുനലൂരിൽ എത്തും. പ്രധാന പ്രശ്നം വണ്ടിയിൽ കയറാൻ ആളില്ല എന്നതാണ്. വർഷങ്ങളായി ബസ് സർവീസ് നടത്തി പരിചയമുള്ള ഗിരീഷ് ചേട്ടന് എന്താണ് യാത്രക്കാരെ കിട്ടാൻ ഇത്രയ്ക്ക് പ്രയാസം? നേരത്തെ ഇങ്ങനെയൊന്നും അല്ലല്ലോ പറഞ്ഞിരുന്നത്. റോബിൻ ബസ്സിൽ കയറാൻ ആളുകൾ ഇടിച്ചു കയറി വരികയാണെന്നും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം റൂട്ടുകൾ തുടങ്ങും എന്നൊക്കെ റോബിൻ തന്നെയാണ് പറഞ്ഞത്. ഒരാഴ്ചക്കുള്ളിൽ പമ്പയിലേക്ക് ബസ് സർവീസുകൾ നടത്തും എന്ന് വെല്ലുവിളിച്ചതൊക്കെ ഗിരീഷ് മറന്നുപോയിരിക്കുന്നു. ചട്ടങ്ങൾക്ക് വിരുദ്ധമായി വാഹനം റോഡിലിറക്കിയാൽ ഗിരീഷ് ചേട്ടനെന്നല്ല ആർക്കായാലും പിടിവീഴും. MBDക്ക് എത്രമാത്രം ഫൈനാണ് വാശിയുടെ പേരിൽ മാത്രം ഗിരീഷ് നൽകിയത് എന്നും കൂടെ ആലോചിച്ച് നോക്കുക. അതൊന്നും നിയമപരമായ രീതിയിലുള്ള ഫൈനുകൾ അല്ലെന്ന് ഉറപ്പുണ്ടെങ്കിൽ താങ്കൾക്ക് അന്നേ കോടതിയിൽ പോകാമായിരുന്നു. അതും ചെയ്തില്ല. എല്ലാ ദിവസവും 3 നേരം വീരവാദം പറയുകയും നിത്യേന MBDക്ക് ഫൈൻ അടക്കുകയും ചെയ്യും. റോബിൻ ബസ്സിന് സ്കൂൾ പിള്ളേർ നടത്തുന്ന ഫാൻ ഗ്രൂപ്പൊക്കെ അന്നുണ്ടായിരുന്നു. അവരുടെയൊക്കെ പൊക്കിയടിക്കൽ കേട്ട് സർക്കാരിനെയും മോട്ടോർ വാഹന വകുപ്പിനെയും വെല്ലുവിളിക്കാൻ പോയ ഗിരീഷിനും ബസ്സിനും അതുകൊണ്ട് നഷ്ടങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. പഴയ ഫാൻ ഗ്രൂപ്പൊക്കെ ഇടക്കാലത്ത് പേര് മാറ്റി മറിയക്കുട്ടി ഫാൻസ് ഗ്രൂപ്പായും പിന്നീട് ഡ്രൈവർ യദു ഫാൻസായും മാറിയിരുന്നു. നല്ല രീതിയിൽ സർവീസ് നടത്തി റോബിൻ ബസ് ഇവിടെ തന്നെ ഉണ്ടാകണം. വെറുതെ സിസ്റ്റത്തിനെയും MBDയെയും വെല്ലുവിളിച്ചാൽ നഷ്ടം ഗിരീഷിന് മാത്രമാണെന്നും ഓർക്കുക. ഒരു ഫാൻസും ആ സമയത്ത് നിങ്ങളുടെ കൂടെ ഉണ്ടാവില്ല.